ചിലർ സൂചിപ്പിക്കുന്നു. ആ രീതിയിൽ അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇന്ന് മറ്റൊരു ജയിൽ ചാട്ടമുണ്ടായി. ആ ജയിൽ ചാട്ടം കോൺഗ്രസ് നേതാവ് പാലോട് രവിയുടെ നാവിൽ നിന്നുള്ള വാക്കുകളുടെ ജയിൽ ചാട്ടമായിരുന്നു. നേരാംവണ്ണം മര്യാദയ്ക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അത് വലിയ പ്രശ്നമാകുമായിരുന്നില്ല. ഇത് ഫോണിലൂടെ ഏറ്റവും സുരക്ഷിതമായി വിശ്വസിച്ച് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള തനിക്കുള്ള ആകുലതകൾ ഫോണിലൂടെ വിശ്വസിച്ചു പറഞ്ഞു. പക്ഷേ അത് റെക്കോർഡ് ചെയ്യപ്പെട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചേർന്നു. കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പാലോട് രവി. LDF സർക്കാർ 3ാം തവണയും അധികാരത്തിൽ വരുമെന്നും കോൺഗ്രസിൻ്റെ അവസ്ഥ ഒരു എടുക്കാച്ചരക്കിൻ്റെ അവസ്ഥയാകുമെന്നുമാണ് കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം DCC അധ്യക്ഷനുമായ പാലോട് രവി പറഞ്ഞത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3ാമതായി പോവും, തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകും. ഇതെല്ലാം പറയുന്ന പാലോട് രവിയുടെ ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത്. തെരഞ്ഞെടുപ്പുകളിലെ പരാജയത്തോടെ കോൺഗ്രസ് ഒരു എടുക്കാച്ചരക്കായി മാറുമെന്ന സംഭാഷണത്തിൽ പറയുന്നുണ്ട്. പ്രാദേശിക കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ആ ടെലിഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്ന് വലിയ രീതിയിലുള്ള വിവാദങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. അവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ 3ാമത് പോകും, നിയമസഭയിൽ ഉച്ചകുത്തി താഴെ. നീ നോക്കിക്കോ, 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3ാം സ്ഥാനത്ത് ഉച്ചകുത്തി. തീർച്ചയായിട്ടും കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായിരിക്കും. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴാണ് അത് കഴിഞ്ഞാൽ നശിക്കും. അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ 100 പേരെ വയ്ക്കും. പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല. പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് ഇവിടെ തന്നു, വേറും ബോഗസ് ആയിരുന്നു. അത് അവിടെ നിന്നല്ല, ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ 10% സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജലീലെ വെറുതെ വീരവാദം പഴഞ്ഞു നമ്മളൊക്കെ നടക്കാമെന്ന് കുഴിച്ചും ഈ പാർട്ടിയെ ഓരോ ഗ്രൂപ്പും പറഞ്ഞ് ഓരോ താല്പര്യവും പറഞ്ഞ് കൂടെ ഇതിനെ കുഴിച്ചു മൂടുന്നതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. എൻ്റെ ജലീലെ എന്ന് പാലോട് രവിയും എൻ്റെ പ്രസിഡന്റ് എന്ന് ജലീലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഹൃദയവികാരങ്ങൾ മറയില്ലാതെ പങ്കുവെച്ച ഒന്നാണ്. പക്ഷേ അത് ഫോൺ